അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമത്തിൽ നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൽപ്പനകളുണ്ടല്ലോ, കൽപ്പനകളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും തമ്മിൽ ഭയങ്കര കണക്ഷൻസാണ്. നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെയൊക്കെ പ്രവേശിക്കുകയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ, പരിശുദ്ധാത്മാവെ വന്നിടണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ നീട്ടിക്കൊണ്ട് നമ്മൾ സുഖത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. പക്ഷേ പരിശുദ്ധാത്മാവെ കിട്ടാനുള്ള വഴികളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അടക്കുകയും ചെയ്യും, തന്ത്രപൂർവ്വം. ഭയങ്കര രസമാണ്. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഇപ്പം ഈ കൽപ്പനകളെ 2 ആയിട്ട് സംഗ്രഹിക്കുക എന്ന് പറയണില്ലേ.
ഈശോ മത്തായി 22:37 അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന ഇതിന് തുല്യമാണ്. അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി രസം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൽപ്പനകളെ 10 കൽപ്പനകളെ കർത്താവ് 2 ആയിട്ട് ചുരുക്കി. എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി ഈ കൽപ്പനകളുടെ പ്രയോഗതലങ്ങൾ നോക്കി. പ്രയോഗതലങ്ങളെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ പശ്ചാത്തപിക്കുവാൻ, പാപമോചനം യേശുക്രിസ്തു നാമ സ്നാനമേൽക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയണത്. അപ്പോൾ ഈ ദാനങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ വേണ്ടി പറയുന്ന സ്ഥലത്ത് വെച്ച് അതിൻ്റെ പ്രയോഗ തലങ്ങളിൽ ആണ് ഈ ദാനങ്ങൾ വർക്കൗട്ട് ചെയ്യണത്. അതെന്തൊക്കെയാണത്? ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുത്തെങ്കിലും പ്രതിഫലം നൽകുമെന്നൊക്കെ ഈശോ പറയുന്നില്ലേ? മറ്റു മനുഷ്യരുമായിട്ട് ഈ കൽപ്പനകൾ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് അഭിഷേകമായി ലഭിക്കുന്നതിന് ഒരു ഡൈനാമിസം ഉണ്ട്, അതിനകത്ത് ഒരു മെക്കാനിസം ഉണ്ട്. അതിന് നിങ്ങൾ ഗലാത്യർ 5:22 വായിച്ചേ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. അപ്പോൾ അതായത് നമ്മുടെ കൽപ്പനകളുടെ നിന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുമ്പോൾ, നിന്നെപ്പോലെ എന്ന് പറയുമ്പോൾ നമ്മളോട് നമ്മൾ സ്നേഹമുണ്ട് അല്ലേ? നമ്മുടെ ഉയർച്ചയിൽ എല്ലാം നമുക്ക് ആനന്ദമുണ്ട്. പിന്നെന്താ? സ്നേഹം, ആനന്ദം, പിന്നെന്താ? സമാധാനം, ക്ഷമ. നമ്മൾ തന്നെ ഇപ്പോൾ ഒന്നുമില്ല, അങ്ങോട്ട് പോണ വഴിക്ക് ഒരു കസേര കൊണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ കൈയിടും. അപ്പം നമ്മൾ ആരുടെ കസേരക്കെട്ട് നെല്ലുക ഒന്നും ചെയ്തില്ല, നമ്മൾ തന്നെ തൂത്ത് കളയും, അതേ ഉള്ളൂ. നമ്മൾ തന്നെ നമ്മളെ സാന്ത്വനപ്പെടുത്തും. എന്നുവെച്ചാൽ നമ്മളോട് ക്ഷമിക്കുന്നു എന്നുള്ള അർത്ഥം. പക്ഷേ മറ്റുള്ളവരാണെങ്കിൽ നമുക്ക് അനക്കുറി അടിക്കും, അതാണ് വിഷയം. അപ്പം നമ്മളോട് തന്നെ നിന്നെ സ്നേഹിക്കണ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുന്ന വിഷയത്തിൽ അവരുടെ അപരാധങ്ങൾ സാരമില്ലെന്ന് പറയുന്നിടത്ത് വെച്ച് പരിശുദ്ധാത്മാവ് നിറയും. ഇത് യുട്ടോപ്യനൊന്നുമല്ല, 10,000 ദൈവത്തിൻ്റെ മക്കൾ ജീവിച്ച ജീവിതമാണ് ഞാൻ പറയണത്. നിങ്ങൾ പതുക്കെ അതിലേക്ക് വരണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദിവസങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ദൈവകൽപ്പനകളുടെ പാലനത്തിലും കേവലമായി എന്തിനാണ് കൽപ്പന പാലിക്കണമെന്ന് ചോദിച്ചാൽ ഉടനെ പറയണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിറയാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാനാണ് നമ്മൾ കൽപ്പന പാലിക്കണതിൻ്റെ ഉദ്ദേശം. അപ്പോൾ പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തെല്ലാം കൊണ്ട് നിറയാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾ ഒരാളോട് മിണ്ടാതിരിക്കുകയാണ്, അയാളോട് ക്ഷമിച്ച് കഴിയുമ്പോൾ നമ്മൾ അത്രയും ആ ഒരു മേഖല പരിശുദ്ധാത്മ നിറയുകയാണ്. പക്ഷേ ക്ഷമയിലൂടെ നമുക്ക് ലഭിക്കുക എന്തിനാണ് ക്ഷമിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ നിറയാൻ. അതാണ് എൻ്റെ ഉത്തരം. അപ്പം അങ്ങനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പോണതും ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയും ചെയ്യണതും പരിശുദ്ധാത്മാവ് സഹായനായി വരുന്നതും പരിശുദ്ധാത്മാവ് വരാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് പറയണതും ഇങ്ങനെ സംരക്ഷണം ആകപ്പാടെയുള്ള ടോട്ടൽ പ്രൊട്ടക്ഷൻ നൽകുന്നതും ഇതുപോലുള്ള പരിശുദ്ധാത്മാർ വളരുമ്പോഴാണ്. എൻ്റെ പേര് ചിത്തിര. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ നിന്നാണ് വരുന്നത്. ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. കഴിഞ്ഞ വർഷമാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷെ അതിനു മുമ്പ് അമ്മ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തായിരുന്നു. എൻ്റെ ചേട്ടനാണെങ്കിൽ 2014 ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് കാലിൽ കമ്പിയൊക്കെ ഇട്ടിട്ട് കുറേ വർഷങ്ങളായിട്ട് ജോലിക്കൊന്നും പോവാതെ വീടിൻ്റെ അകത്ത് തന്നെയായിരുന്നു. ആ ഒരു സങ്കടത്തിലാണ് അമ്മ ഇവിടെ വന്ന് ജപമാലയിൽ പങ്കെടുത്തു. അവൻ എങ്ങനെയും ഒന്ന് പുറത്തിറങ്ങണം എന്നായിരുന്നു അമ്മോട് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചേട്ടൻ ജോലിക്ക് ഇറങ്ങി. ഇപ്പോഴും അവൻ ജോലിക്ക് ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കാലിൽ കമ്പി ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു ബുദ്ധിമുട്ടില്ലാതെ ജോലിക്ക് പോകുന്നുണ്ട്. രണ്ടാമത്തതായി അമ്മ ഇവിടെ എല്ലാവരും സാക്ഷ്യം കേട്ടപ്പോൾ മകളുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ കല്യാണം കഴിയാനായിട്ടും ഞങ്ങളുടെയിലാണെങ്കിൽ സ്വത്തായിട്ടോ ഒന്നുമില്ല, സ്വർണ്ണമായിട്ടോ ഒന്നും സ്വരൂപിച്ച് വെച്ചിട്ടുമില്ല.
അപ്പോൾ അമ്മ മാതാവിനോട് പറഞ്ഞു, യാതൊരു എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, എൻ്റെ മകൾക്ക് നല്ലൊരു വരനെ ഞാൻ എങ്ങനെ കണ്ടെത്തും, അങ്ങനെ ഒരു സങ്കടത്തോടെയാണ് അമ്മ അന്ന് പോയത്. ആ ആഴ്ചയിൽ തന്നെ എനിക്ക് നല്ലൊരു ആലോചന വന്നു. അപ്പോൾ ആലോചന കഴിഞ്ഞ് വിവാഹം വേഗം നടത്താമെന്ന് പറഞ്ഞപ്പോൾ സ്വർണം വേണ്ടാന്ന് അവർ പറഞ്ഞു. എന്നാലും നമ്മുടേതായ എന്തെങ്കിലും കൊടുക്കണം നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ യാതൊരു വിധത്തിൽ കടബാധ്യത ഒരു ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ കല്യാണം നടന്നു. അതിൻ്റെ ഇതിൽ ആധാരം പണയം വെക്കേണ്ടി വന്നായിരുന്നു. ഇതുവരെയുള്ള ആധാരം പണയം വെച്ചതിൽ പൈസ കൊടുക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാൻ പറ്റാണ്ടായിട്ട്. അപ്പോൾ അമ്മ ഇവിടെ വീണ്ടും വന്ന് കരഞ്ഞു പറഞ്ഞു, സൊസൈറ്റിയിൽ പൈസ അടച്ചിട്ടില്ല, അത് ഇനി എന്താവോ, അത് ജപ്തിയാവോ എന്നൊരു സങ്കടത്തിൽ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാഴ്ച ആകുമ്പോഴേക്കും പോൾ എന്ന ഒരു ചേട്ടൻ വഴി അമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചു. അതായത് ഇതുവരെയുള്ള എല്ലാ പൈസ അടച്ചു തീർക്കാനായിട്ട് അതുവഴി സാധിച്ചു. പിന്നെ ഞാൻ പോസ്റ്റ് BSc ബാംഗ്ലൂർ ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഫീസ് അടയ്ക്കാനായിട്ടും അതേപോലെ പരീക്ഷയും ഭയങ്കര ടഫൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സാം നല്ല രീതിയിൽ എഴുതാനും അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ നല്ല രീതിയിൽ പാസ്സാവുകയും ചെയ്തു. എൻ്റെ പേര് സിസിലി. ഞാൻ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. 2019 മെയ് 24-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മോളെ IELTS 3 മാസത്തെ കോഴ്സിന് ചേർന്നു. പരീക്ഷ എഴുതാൻ പോയപ്പോൾ കാശ് രൂപമൊക്കെ ആയിട്ട് പോയി. 1.5 മാസം കൊണ്ടാണ് പരീക്ഷ എഴുതിയത്. നല്ല സ്കോറോടുകൂടി പാസ്സാവുകയും ചെയ്തു. പിന്നീട് 2 വർഷമായിട്ട് അവൾക്ക് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. അത് മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് ജോലി കിട്ടി. പിന്നെ ഉടമ്പടിയിൽ വയ്ക്കാത്തൊരു കാര്യം, ഞാനും മോളും ഭർത്താവും കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു അപകടം ഉണ്ടായി. വണ്ടി മുഴുവൻ തകർന്നു പോയെങ്കിലും ഞങ്ങൾക്കൊരു അപകടം ഉണ്ടായില്ല. ഉടമ്പടി കാശിലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വണ്ടിയിലിരുന്നത്. അങ്ങനെ ഞങ്ങൾ മാതാവ് ഭയങ്കര ഒരു അത്ഭുതകരമായി ഞങ്ങൾ രക്ഷിച്ചു. പിന്നെ പൂർത്തിയാകാതെ 10 വർഷത്തോളമായിട്ട് ആഗ്രഹിച്ചിരുന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ പണി മുഴുവൻ പൂർത്തിയാകണമെന്ന്. അത് ഞങ്ങൾക്ക് മാതാവ് സാധിച്ചു. നല്ലൊരു വീട് പണിയാനും നന്നായിട്ട് അത് പൂർത്തീകരിക്കാനും സാധിച്ചതിൽ അമ്മയ്ക്കും തിരുക്കുമാരനും 100,000 നന്ദി. എൻ്റെ പേര് ആശ. ഇതെൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്, ശാന്തയാണ് പേര്. ഞങ്ങൾ നെയ്യാറ്റിൻകര വലിയുള്ള ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഭർത്താവിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അവർ 2021 ഏപ്രിൽ 12-നാണ് ഉടമ്പടി എടുത്തത്. അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദിവ്യകാരുണ്യ സ്വീകരണം. ഈശോയെ സ്വീകരിക്കുന്നത് എന്നും അന്ന് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ വന്ന് പറയുമായിരുന്നു, നിങ്ങളെല്ലാവരും ഈശോയെ സ്വീകരിക്കണമല്ലോ, എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് സങ്കടം പറയുമായിരുന്നു. അപ്പോഴത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെയാണ് സങ്കടം വരുന്നത്. അപ്പോൾ ഞാൻ പറയായിരുന്നു, എന്നെങ്കിലും അമ്മയ്ക്ക് ഇത് ആഗ്രഹം സാധിക്കുമെന്ന്. അങ്ങനെ ഡിസംബർ 4-ാം തീയതി, കഴിഞ്ഞ വർഷം ഡിസംബർ 4-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ ബ്രദർ ചോദിച്ചായിരുന്നു, എത്ര മാസമായി കുമ്പസാരിച്ചിട്ടെന്ന്. അമ്മ പറഞ്ഞു, കുമ്പസാരിച്ചിട്ടില്ല, ജ്ഞാനസ്നാനം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ ബ്രദർ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് മെഴുകുതിരി ഒന്നും തരാൻ പറ്റത്തില്ല, എങ്കിൽ വേറെ പുസ്തകം വാങ്ങിച്ച് സൈൻ ചെയ്ത് ഇട്ട് വേണം വരാനെന്നൊക്കെ പറഞ്ഞു. അമ്മ വന്ന് എൻ്റെ അടുത്ത് ഭയങ്കര സങ്കടം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഇതൊരു വഴിത്തിരിവായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ BCC ലീഡറുമായിട്ട് അന്ന് വൈകുന്നേരം ചെന്ന് സംസാരിച്ചു. അപ്പോൾ BCC ലീഡർ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് അച്ഛനുമായിട്ട് സംസാരിക്കാമെന്ന്. അപ്പോൾ അച്ഛനടുത്ത് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ജ്ഞാനസ്നാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് വരണമെന്ന്. അപ്പോൾ ഇവർ 34 വർഷമായി ജ്ഞാനസ്നാന സർട്ടിഫിക്കറ്റൊക്കെ 34 വർഷമായി ജ്ഞാനസ്നാനം എടുത്തിട്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന് അവരുടെ CSA പള്ളിയിൽ ചെന്ന് ജ്ഞാനസ്നാന സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തായാലും മോളെ ഒരാഴ്ചത്തെ ക്ലാസ്സിന് നിങ്ങൾ പോകണം, ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ആദ്യ കുർബാന സ്വീകരണം തരാമെന്ന്. അങ്ങനെ ആ മാസം തന്നെ അവസാനത്തെ ഒരാഴ്ച ചെന്ന് അമ്മ ചെന്ന് ആദ്യ കുർബാന ക്ലാസ്സിൽ പങ്കെടുക്കുകയും ജനുവരി 26-ാം തീയതി അമ്മയ്ക്ക് ഈശോയെ സ്വീകരിക്കാൻ കഴിഞ്ഞു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. അമ്മ വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ സാധിച്ചു തന്നതെന്ന്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ തന്നെ ഒരു സമാധാനമൊക്കെ ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇവിടുത്തെ ശുശ്രൂഷയിലൊക്കെ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ എഴുതിയിടുമായിരുന്നു അവൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട സമയത്ത് അന്നേപ്പം
പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ അവളുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി ഇപ്പോൾ നല്ലൊരു കുടുംബമായിട്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെ അവരുടെ വീട്ടിൽ നാത്തൂനും ആയിരുന്നാലും അവളുടെ മക്കൾക്കായിരുന്നാലും ഒക്കെ എപ്പോഴും അസുഖങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴും പിന്നെ അമ്മ തന്നെ വീട്ടിൽ വരുമ്പോൾ ഉടമ്പടി തൈലവും പിന്നെ ഉടമ്പടി ഉപ്പും തേനും ഒക്കെ കൊടുത്ത് ഇപ്പോൾ ആ പിള്ളേർക്ക് അങ്ങനെ അടിക്കടിയുള്ള ഒരു അസുഖവും വരത്തില്ലായിരുന്നു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ സഹോദരൻ്റെ മകൻ്റെ മകന് അത് പെട്ടെന്നൊരു ദിവസം പരീക്ഷയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു, നൈറ്റ് ക്ലാസ്സിന് വന്ന സമയമായിരുന്നു. അപ്പോൾ പിന്നെ ഈ കുഞ്ഞ് പിന്നെ നൈറ്റ് ക്ലാസ്സാണ്, രാത്രിയാണ് 10, 11, 12 മണിയൊക്കെ ആവും ചിലപ്പോൾ വരുമ്പോൾ. അപ്പോൾ ഈ കുഞ്ഞ് ഒരു ദിവസം രാത്രി കൂട്ടുകാരനായിട്ട് വന്ന് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ കുഞ്ഞാണെങ്കിൽ പിന്നീട് കുറച്ച് ദൂരമുണ്ട് പിന്നീട് അവൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ രാത്രിയിൽ പോയപ്പോൾ പെട്ടെന്നൊരു ഭയമായിരുന്നു. അങ്ങനെ ആരോടും മിണ്ടത്തില്ലായിരുന്നു, ഉറക്കമില്ലാതെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ സംഭവമായിരുന്നു. അപ്പോൾ 2 ആഴ്ച ഇതേ തുടർന്ന് അവൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും എന്നിട്ട് ആ ചേച്ചി വിളിച്ച് പറഞ്ഞു, കുഞ്ഞമ്മ ഇതുപോലെ സുഖമില്ല, കുഞ്ഞിന് പിന്നെ പ്രാർത്ഥിക്കണമെന്നൊക്കെ. അപ്പോഴമ്മ പറഞ്ഞു, നിങ്ങൾ എന്നാണ് വീട്ടിൽ കൊണ്ടുവരുന്നതെന്ന്. അപ്പോഴവൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഡേറ്റും ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി പിന്നെ ഞാനും അമ്മയും കൂടെ തന്നെയാണ് വീട്ടിൽ പോയി ജപമാല പറയുകയും അമ്മ ഉടമ്പടി തൈലവും പിന്നെ ഇട്ട് കൊടുക്കുകയും ഉപ്പ് അവനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ പ്രാർത്ഥിച്ചിട്ട് അവനെ കുളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ അവന് പിന്നെ കുറേയൊക്കെ സുഖമായിട്ട് അപ്പോഴേ അമ്മ പറഞ്ഞു, കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നീ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്. കുഞ്ഞമ്മ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കഴിഞ്ഞ മാസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോഴാ കുഞ്ഞിന് പൂർണ്ണമായിട്ടും സുഖം കിട്ടി. ഇപ്പോഴും നല്ല പയ്യനായിട്ടാണ് അവന് നടക്കുന്നത്. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു 2 പയ്യന്മാർക്ക്, എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സുകളായിരുന്നു. അപ്പോൾ ഇവർക്ക് 2 പേർക്കും സനൽ എന്ന് പറയുന്ന ചേട്ടന് 40 വയസ്സും പ്രജീഷ് എന്ന് പറയുന്ന ചേട്ടന് 35 വയസ്സുമായിരുന്നു. ഇവർക്ക് കല്യാണമൊക്കെ പിന്നെ വിവാഹം വരുന്നുണ്ട്, വിവാഹം അങ്ങനെ മുടങ്ങിപ്പോകുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ യൂട്യൂബിലൂടെ അന്നേപ്പം ശുശ്രൂഷയിലൂടെ അവർക്ക് വേണ്ടി ഇവിടെ എഴുതിയിടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ 2 പേർക്കും പത്രവും കൊടുത്തായിരുന്നു. അങ്ങനെ അവരുടെ കല്യാണം സനൽ എന്ന് പറയുന്ന ചേട്ടന് പിന്നെ ഈ മാസം ആദ്യം കല്യാണമായിരുന്നു. പിന്നെ പ്രജീഷിന് അടുത്ത മാസം 12-ാം തീയതി കല്യാണമൊക്കെ നിശ്ചയിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ നല്ല തകരാറിലായിരുന്നു. ഞങ്ങൾ കടം വീട്ടുന്നതൊക്കെ തന്നെ ബ്ലൈഡ് എടുത്തും അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ ആ കടം വാങ്ങൽ ബ്ലൈഡ് എടുക്കുന്നതൊക്കെ വളരെ കുറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് അന്നുള്ള ചിലവിനെങ്കിലും അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ പിന്നെ ഭർത്താവിൻ്റെ പപ്പയ്ക്ക് കർഷക പെൻഷൻ അത് പിന്നെ ഒരിക്കലും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ആധാറൊന്നും ഇല്ലാതിരുന്നു. അങ്ങനെ അമ്മ മാതാവിൻ്റെ കാശ് രൂപം കൊണ്ടാണ് ആധാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഒടുവിൽ അത് കിട്ടിയിട്ട് പിന്നീട് പിന്നെ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പോയപ്പോൾ പറഞ്ഞു സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പോൾ ഞാനും പപ്പയും കൂടെ 2 ദിവസം സ്കൂളിൽ പോയി. പിന്നെ അമ്മയുടെ പത്രമാണ് ഞാൻ കൊണ്ടുപോയത്. പക്ഷേ എന്നിട്ടും നടന്നില്ല. അപ്പോഴങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ വാർഡ് മെമ്പർ വന്ന് പറഞ്ഞു, പിന്നെ ചേച്ചി പപ്പയ്ക്ക് പെൻഷൻ വേണമെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷിച്ചു. അങ്ങനെ പിന്നെ ഞാൻ മാത്രമായിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെന്ന് പിന്നെ വയസ്സ് തെളിയിക്കണ ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് വാർഡ് മെമ്പറിനെ ഏൽപ്പിക്കുകയും അങ്ങനെ പപ്പയ്ക്ക് പിന്നെ ഇപ്പോഴും കർഷക പെൻഷൻ ലഭിക്കുകയും ചെയ്തു. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പിന്നെ പോസ്റ്റ് ഓഫീസിലുള്ള യൂട്യൂബ് കാർഡ് അതാണെങ്കിൽ നഷ്ടപ്പെട്ടു. ഒരു ദിവസം അടുത്തിരുന്ന കാർഡാണ്, പെട്ടെന്ന് അവർ പിന്നെ തിരക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ 1-2 ആഴ്ചയോളം ഇങ്ങനെ പിന്നെ തിരക്കിയിട്ട് കണ്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ എന്തായാലും തരും, പിന്നെ അമ്മ വിശ്വസിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഇന്നലെയാണ് അത് അമ്മ പറഞ്ഞു, ഇത് അലമാരയുടെ ഇടയിലാണ് അത് ഇരുന്നത്. അങ്ങനെ എനിക്ക് അതും ലഭിച്ചു എന്ന് അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത അമ്മയ്ക്കും
പിന്നെ അമ്മയുടെ ചുണ്ടിലുള്ള മുഴയും പിന്നെ നെഞ്ചിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. അത് രണ്ടും ഒരേപോലെ ആയിരുന്നു, ഗോലി പോലെ ആയിരുന്നു. പക്ഷേ അമ്മ പിന്നെ എത്ര മരുന്ന് ചെയ്തിട്ടും അത് മാറിയില്ല. ഒടുവിൽ പിന്നെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ ഉപ്പും തേനും തൈലവും കൂടെ പുരട്ടി അങ്ങനെ ഒരു 20-25ഓളം ദിവസം അങ്ങനെ പുരട്ടുകയും അങ്ങനെ അത് പൂർണ്ണമായി മാറുകയും ചെയ്തു. കൂടാതെ കാലിലെ വെരിക്കോസ് അതും കുറേ ദിവസം ഉണ്ടായിരുന്നു വെരിക്കോസ്. അങ്ങനെ അതും അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് അത് മാറുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് കുഞ്ഞുമോൾ. ഞാൻ എരമല്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ജനുവരി 13 പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മോളുടെ കാലിൽ മുറിവ് ഉണങ്ങി 1 വർഷത്തോളമായി. അവൾക്ക് ഏത് ആശുപത്രിയിൽ കാണിച്ചിട്ടും അത് മാറാതെ അത് ഇങ്ങനെ പൊട്ടി പഴുക്കുന്നില്ല, ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച സമയത്തായിരുന്നു അത് അവൾക്ക് ക്ലാസ്സിൽ പോകാനോ അവിടെ ഇരുന്ന് പഠിക്കാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ 2 പ്രാവശ്യം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന കൂടുകയുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് പൂർണ്ണമായി അത് മാറുകയും പിന്നീട് ഇതുവരെയായിട്ടും കാലിലെ മുറിവ് ഉണ്ടായിട്ടില്ല. പിന്നെ നടുവിന് വേദന ഉണ്ടായിരുന്നു. അത് നട്ടെല്ല് വളർന്ന് കീഴ്പോട്ട് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് ഡോക്ടർമാർ പറയണത്. അത് 100-ൽ ഒരാൾക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കുകയില്ലെന്നാണ് പറയണത്. അത് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. എൻ്റെ മകന് ചെറുതായിട്ട് ഇങ്ങനെ വിക്ക് പോലെ വരുമായിരുന്നു സംസാരിക്കുമ്പോൾ. അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഇപ്പം എത്ര വയസ്സായി? അവനിപ്പോൾ 14 വയസ്സായി. അപ്പോൾ എത്ര വർഷമായിട്ടുള്ളതാണത്? സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുണ്ടായിരുന്നു. തലടിച്ചൊന്ന് വീണിട്ടുണ്ടായിരുന്നു ചെറുതിലെ. അത് അങ്ങനെയാണ് സംഭവിച്ചത്. അത് ഇപ്പോൾ അവന് പൂർണ്ണമായിട്ടും മാറി. അവനിപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത്രയും ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റീത്ത ജോണി. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. 2019 ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷിയാണ്. ദൈവം അതിനെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ആദ്യത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് അത് ആക്ച്വലി ഞാൻ ഉടമ്പടി വെക്കാത്ത കാര്യമാണ്. ഞങ്ങൾക്ക് നാട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വീട് പണിയോടനുബന്ധിച്ച് എനിക്ക് ആ സ്ഥലം ഞങ്ങൾക്ക് വിൽക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷേ അത് എന്ത് ചെയ്താൽ നടക്കുന്നില്ലായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. കാരണം അടുത്തുള്ള ബന്ധുക്കൾ തന്നെ ആ സ്ഥലം ആരെങ്കിലും കാണാൻ വരുമ്പം അവർ വഴി അടയ്ക്കും. അങ്ങനെയൊക്കെ പറഞ്ഞു. സ്ഥലം 1 ഏക്കർ സ്ഥലം, 1 ഏക്കർ. അപ്പോൾ അവിടെ അടുത്ത് ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആരെങ്കിലും സ്ഥലം കാണാൻ വരുമ്പം അവർ വഴി അടയ്ക്കും. എല്ലാവരെയും പറഞ്ഞ് വിൽക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അത് വിൽക്കാൻ ഭയങ്കര കഷ്ടമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അനുജത്തി നാട്ടിലുണ്ടായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു, നീയും നിൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ പോയി മാതാവിൻ്റെ കാശുരൂപം ആ സ്ഥലത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലിയൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഞാനിവിടെ 21 പ്രാവശ്യം ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടതാണ് ഒരാൾ പറഞ്ഞത്. കാരണം എന്തോ പ്രശ്നങ്ങൾ വന്നപ്പോൾ 21 പ്രാവശ്യം മുട്ടുകൊത്തി നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്തെന്ന്. അപ്പം ഞാൻ 21 പ്രാവശ്യം ഞാനും ഇരുന്ന് പ്രാർത്ഥിച്ചു. അവൾ നേർച്ച വസ്തുക്കളായ കാശുരൂപം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെച്ചു, പ്രാർത്ഥിച്ചു. എന്തോ അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം തന്നെ എല്ലാവരെയും വഴക്കുണ്ടാക്കി വിട്ട അവർ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ തന്നെ സ്ഥലം വാങ്ങിച്ചോളാം, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ അത് സോൾവ് ചെയ്തു. ആ പ്രശ്നം അങ്ങനെ പരിഹരിച്ചു. അതുപോലെ 2ാമത്തെ ഇതെന്ന് പറഞ്ഞാൽ അതും ഞാൻ ഉടമ്പടി വയ്ക്കാത്ത കാര്യമാണ്. എൻ്റെ മോൻ്റെ ഇൻറ്റേൺഷിപ്പിനൊരു തടസ്സം വന്നു. ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ടിങ് ഡേ തന്നെ അവന് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഇൻറ്റേൺഷിപ്പാണ്. അതുപോലെ ടെസ്റ്റുകളൊക്കെ അവൻ US പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെസ്റ്റുകളൊക്കെ എഴുതി വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ശരിക്കും എഴുതിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തടസ്സം വന്നു. അപ്പോഴും ഞാൻ 21 പ്രാവശ്യം എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നപ്പം ഫസ്റ്റ് ഞാൻ 21 പ്രാവശ്യം മുട്ടുകൊത്തി നിന്ന് പ്രാർത്ഥിച്ചാണ്, ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചാണ് എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം പിറ്റേ ദിവസം തന്നെ ആ ഇൻറ്റേൺഷിപ്പ് സോൾവ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ അവന് ജോലി കിട്ടുകയും ചെയ്തിരുന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമാണ്. അതുപോലെ തന്നെ 3ാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞത് എൻ്റെ മരുമകൻ്റെ ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവൻ്റെ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരിത് വന്നു. അവനും US അപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ 21 പ്രാവശ്യം മാതാവിൻ്റെ രൂപം വെച്ച് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. എന്തോ പിറ്റേ ദിവസം അതും ശരിയായി.
പിന്നെ ഞങ്ങളുടെ വീട് പണിയാണ്. വീട് പണിത് കഴിഞ്ഞു. അത് വീട് പണിയുടെ സമയത്ത് ഇഷ്ടം പോലെ ടെൻഷനുകളും കോവിഡ് സമയത്തെ പ്രശ്നങ്ങളും അല്ലാതെ ഇഷ്ടം പോലെ സൈഡായിട്ട് ടെൻഷനുകളും. ഞങ്ങൾ വീട് പണിത് ആ വീട്ടിൽ കയറി താമസിക്കുന്ന സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല. അപ്പോഴും ഞാൻ ഉടമ്പടി വെച്ച കാര്യമായിരുന്നു. പുരപണി പൂർത്തിയായിട്ട് മാറി താമസിക്കാൻ പറ്റണമെന്ന്. എന്തെല്ലാം പ്രശ്നങ്ങളും ടെൻഷനുകളും ഉണ്ടെങ്കിലും കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞാലും അതെല്ലാം ഭംഗിയായിട്ട് പൂർത്തിയായി. ആ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റി. ഇപ്പോൾ സമാധാനമായിട്ട് ആ വീട്ടിൽ ജീവിക്കുന്നു. ഇതെല്ലാം നിയോഗത്തിൽ വെച്ച ഈ പുരപണിയും അതുപോലെ മോൻ്റെ ജോലിക്കാരിയും എല്ലാം നിയോഗത്തിൽ വെച്ചതാണ്. അതുപോലെ അവന് ഫസ്റ്റ് അറ്റംപ്റ്റ് H1B വിസയും കിട്ടി. അത് ലോട്ടറിയിലാണ് കിട്ടിയത്. അതും ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമാണ്. അത് രണ്ടാമത് പുതുക്കാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ ഞാൻ എഴുതി. പക്ഷേ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടുന്ന് കിട്ടി, അറിവ് കിട്ടി അവനെ സെലക്റ്റായെന്ന്. അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഏതായാലും രണ്ടാമത് ഇനിയും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. മാതാവിൻ്റെ മാതൃശക്തിയും പ്രത്യേകം ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനും ദൈവകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലില്ലി, സ്ഥലം മാള. എനിക്ക് എവിടേക്ക് യാത്ര ചെയ്ത് പോകുമ്പോഴും തലവേദന, പിന്നെ ശരീരം വേദന, മുട്ടുവേദന, കാലുവേദന, തണ്ടൽ വേദന, എല്ലാ വേദനകളും സ്ഥിരമായിട്ട് വരാറുണ്ട്. മുട്ടുവേദന നീരൊക്കെ വരണ കാരണം നടക്കാനോ മുട്ടുകുത്താനോ ഒന്നിനും പറ്റാറില്ല. ഇവിടെ വന്ന് 2019 ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. തലവേദനയോ മുട്ടുവേദന, തണ്ടൽ വേദന, എല്ലാ വേദനകളും എൻ്റെ നിശേഷം മാറി. പിന്നെ അഖണ്ഡ ജപമാലയ്ക്ക് 15 കിലോമീറ്റർ നടക്കേണ്ട വന്ന് അതും ഞാൻ നടന്നു. എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ എനിക്ക് സാധിച്ചു. പിന്നെ എൻ്റെ മകന് 4 വർഷമായിട്ട് കുട്ടികളുണ്ടായില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച പിറ്റേ മാസം തന്നെ മകൾ പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞ് പ്രസവിച്ച് 2.25 വയസ്സായി ഒരു ആൺകുട്ടി ഉണ്ട്. അതിനുശേഷം രണ്ടാമത് പ്രസവിച്ചു. ആ കുട്ടിക്ക് 3 മാസം കഴിഞ്ഞു. ആ ആൺകുട്ടി തന്നെ. പിന്നെ മകന് PR കിട്ടാനായിട്ട് ഡേറ്റ് ഇട്ട് ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസം തന്നെ മാതാവിന് ഞങ്ങൾക്ക് അറിയിച്ചു തരണം. അവന് PR കിട്ടിയോ കിട്ടിയില്ലേ എന്ന് അറിയണം മാതാവിയെന്ന് പറഞ്ഞ് മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡിസംബർ 6-ാം തീയതി തന്നെ അവൻ്റെ കടലാസൊക്കെ കിട്ടി. PR കിട്ടാനുള്ള എല്ലാ ചാൻസുകളും കിട്ടി. പിന്നീട് PR കിട്ടി. പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഫലമായി എൻ്റെ മകൾക്ക് എപ്പോഴും വേദനകളും വിഷമങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറുണ്ട്. തണ്ടൽ വേദന, പുറം വേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. ആ വേദനകളും എല്ലാ വേദനകളൊക്കെ ഇവിടെ വന്നതിന് ശേഷം മാറി. പിന്നെ ജീവിത പങ്കാളിക്ക് മറവി രോഗം കുറേശ്ശുണ്ട്. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും കുറവായി. ഷോളർ വേദനയൊക്കെ ഉണ്ടായി, അത് കുറവായി. എൻ്റെ പേര് റാണി. എൻ്റെ വീട് കോട്ടമുറി, മാള. ഞാൻ 2018 ഡിസംബർ 19-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എനിക്കൊരു യൂട്രസിലൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് യൂട്രസൊക്കെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് എനിക്ക് മാതാവ് ഇപ്പോൾ അത് മാറ്റിത്തന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ മകൻ്റെ പഠനം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാനഡയിൽ പഠിക്കാൻ പോയി. സാമ്പത്തികമായും ഞങ്ങളിത്തിരി ബുദ്ധിമുട്ടായി. പക്ഷേ അതൊക്കെ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് ഒത്തിരി കടബാധ്യത വന്നു. അതൊക്കെ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മോചനം തന്നു. ഞങ്ങളുടെ സ്ഥലം വിൽക്കാതിരുന്ന സ്ഥലം വിറ്റ് ഞങ്ങൾക്ക് വിൽക്കാൻ സാധിച്ചു. അതുമൂലം ഞങ്ങളുടെ കടബാധ്യതയൊക്കെ തീർക്കാൻ പറ്റി. മോളുടെ വിവാഹം ഭംഗിയായിട്ട് നടത്താനും പറ്റി. വീടിൻ്റെ പണി കുറച്ച് പൂർത്തിയാകാനുണ്ടായിരുന്നു. അതൊക്കെ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ദൈവത്തിന് 1000 നന്ദി. എൻ്റെ പേര് ആദിത് ജോൺ എന്നാണ്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ വെച്ചൂരിലാണ്. ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റാണ്. പക്ഷേ ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് 2019. ഞാൻ +2-ലായിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ CBSE 10th ബോർഡ് എക്സാമിന് 96% മാർക്കോടെ പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ആ സ്കൂളിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ 11ാം ക്ലാസ് 1ാമത്തെ ദിവസം തൊട്ട് എനിക്ക് പഠിക്കാനുള്ളൊരു ഒരു ആഗ്രഹം പോയി. ആദ്യത്തെ ദിവസം തൊട്ട് അത് 11ാം ക്ലാസ് ആദ്യത്തെ പരീക്ഷയിൽ തന്നെ അത് കാണാനും പറ്റി. 70% മാർക്ക് കുറഞ്ഞു. പിന്നെ കുറഞ്ഞ് എല്ലാ പരീക്ഷയ്ക്കും ഫെയിലായി തുടങ്ങി. എല്ലാ പരീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷ, വലിയ പരീക്ഷയാവട്ടെ, 10 മാർക്കിൻ്റെ ചെറിയ പരീക്ഷയാവട്ടെ, എല്ലാ പരീക്ഷയ്ക്കും ഫെയിലായി തുടങ്ങി. പാസ്സാവില്ല. പാസ്സാവുകയാണെങ്കിൽ തന്നെ കഷ്ടിക്കുമല്ലോ പാസ്സാവും. ഈ വലിയ പരീക്ഷ ഉണ്ടെങ്കിൽ 5 സബ്ജക്റ്റ് എഴുതിയ 5 സബ്ജക്റ്റിൽ 2 എണ്ണം പോകും, അല്ലെങ്കിൽ 1 എണ്ണം പോവും.
ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പാസ്സാവില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിലായിട്ടും പഠിക്കാനുള്ളൊരു ആഗ്രഹം ഉള്ളിൽ നിന്ന് പോയി. എത്ര നോക്കിയിട്ടും പഠിക്കാൻ പറ്റണില്ല. പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ബുക്ക് തുറന്നു വെച്ചാലും പഠിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ താന്ന്. പക്ഷേ ദൈവാനുഗ്രഹം കാരണം 11ാം ക്ലാസ് കൊല്ലപ്പരീക്ഷയായപ്പം 5 പരീക്ഷയ്ക്കും ജസ്റ്റ് ഒന്ന് പാസ്സായി. 2-3 മാർക്കിന് അല്ല 5 മാർക്കിന് പാസ്സായതുകൊണ്ട് തോൽക്കാതെ 12ാം ക്ലാസ്സിലേക്ക് കയറാൻ പറ്റി. 12ാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പം കുറച്ചും കൂടെ മോശമായ അവസ്ഥ. ആദ്യത്തെ ദിവസം തൊട്ട് ഒന്നും നോക്കില്ല. ഒരു വർഷം 11ാം ക്ലാസ്സിൻ്റെ ലാഗ് മൊത്തം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 12ാം ക്ലാസ് ഒന്നും പഠിക്കാൻ സാധിക്കുന്നില്ല. ആദ്യത്തെ ദിവസം തൊട്ട് ഇത് തന്നെ അവസ്ഥ. ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ താല്പര്യം തോന്നുന്നില്ല. എല്ലാ പരീക്ഷയും തോൽക്കുന്നു, വെറുതെ ബ്ലാങ്ക് പേപ്പർ കൊടുക്കുന്നു, 0 കിട്ടുന്നു. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സയൻസ് സ്ട്രീം ആയതുകൊണ്ട് 3 ലാബ് ഉണ്ടായി, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ. ഇത് ഒന്നിന് ഞാൻ കയറൂല, കാരണം ഒന്നിനോടൊരു താല്പര്യം തോന്നില്ല. അകത്ത് കയറിയാലൊന്നും ചെയ്യാൻ തോന്നൂല, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കും. അങ്ങനെ ഒരു വർഷം മൊത്തം ഞാൻ എല്ലാം സ്കിപ്പ് ചെയ്ത്, ലാബും സ്കിപ്പ് ചെയ്ത്. അങ്ങനെ 2019 ഒക്ടോബർ മാസമായപ്പം പോർഷൻ തീർന്ന്. അപ്പം പോർഷൻ തീർന്നപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാം തീർന്ന്, ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയപ്പം നവംബർ തൊട്ട് സ്കൂളിൽ റിവിഷൻ തുടങ്ങി. പോർഷൻസ് കഴിഞ്ഞ് നവംബർ മാസം തൊട്ട് സ്കൂളിൽ റിവിഷൻ തുടങ്ങി. അപ്പം നവംബർ മാസം തൊട്ട് ഉള്ളിലൊരു ആഗ്രഹം തുടങ്ങി, പഠിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. 11ാം ക്ലാസ് തൊട്ടുള്ള പോർഷൻസ് ലാഗുണ്ട്, അത് നോക്കിയെടുക്കണം. അത് കഴിഞ്ഞ് 12 നോക്കിയെടുക്കണം, കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് നവംബർ മാസം തൊട്ട് ഉള്ളിലൊരു ആഗ്രഹം തോന്നി, ഇത് എങ്ങനെയെങ്കിലും നേടിയെടുക്കുന്നു. പക്ഷേ അപ്പോഴൊന്നും സാധിക്കില്ല. പലപ്പോഴും ബുക്കിൻ്റെ മുമ്പിലിരിക്കും, രാത്രി മൊത്തം കരയും, ഒന്നും പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരവസ്ഥയിലായി കാര്യങ്ങൾ നവംബർ മാസമായപ്പം. പക്ഷേ ഈ നവംബർ മാസമായപ്പം പഠിക്കണമെന്നുള്ളിലൊരു ആഗ്രഹമുണ്ട്. എനിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് കുറച്ചുള്ള പ്രാർത്ഥന കുറച്ചുണ്ടായി തുടങ്ങി. കുർബാന കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണും, കുടുംബ പ്രാർത്ഥന കുറച്ചും കൂടെ സീരിയസ് ആയി കാണും. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, പഠിക്കാനും പറ്റണില്ല. അങ്ങനെ നവംബർ മാസം സ്കൂളിൽ റിവിഷൻ്റെ മാസവും കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ സ്കൂളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്ന് ഫസ്റ്റ് മോഡൽസ് ഉണ്ടാകും, സീരിയസ് ആയി പഠിക്കണം. അങ്ങനെ നോട്ടിഫിക്കേഷൻ സ്കൂളിൽ നിന്ന് വന്ന് ഈ ഒക്ടോബർ നവംബർ മാസമായപ്പം എൻ്റെ ഈ അവസ്ഥ കാരണം മമ്മിയും പപ്പയും കൃപാസനത്തിൽ വന്ന് എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായി. ഇപ്പോൾ ഡിസംബർ മാസം ഈ ഫസ്റ്റ് മോഡൽസിൻ്റെ നോട്ടിഫിക്കേഷൻ സ്കൂളിൽ നിന്ന് വന്നപ്പം എനിക്കൊരുള്ളിലിരുന്നൊരു ആഗ്രഹം, 2 വർഷമായി ഏതെങ്കിലും ഒരു എക്സാമിന് പാസ്സായിട്ട്, വലിയ ആഗ്രഹമൊന്നുമില്ല. ഫസ്റ്റ് മോഡൽസിന് എഴുതാൻ 5 പരീക്ഷയ്ക്കും ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി, അങ്ങനത്തെ ഒരു ചെറിയ ആഗ്രഹം ഉള്ളിൽ വന്ന്. അപ്പം മമ്മി ഉടമ്പടി എടുത്തതുകൊണ്ട് മമ്മി രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും, വൈകിട്ട് കൊന്ത കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥന ചെല്ലും. മമ്മിയുടെ കൂട്ടത്തിൽ രാവിലെയും രാത്രിയും ഞാൻ കൂടാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, ഫസ്റ്റ് മോഡൽ എക്സാമിന് 5 സബ്ജക്റ്റിന് എനിക്കൊന്ന് പാസ്സായാൽ മതി, അതിനേക്കാളും വലിയ ആഗ്രഹമൊന്നുമില്ലെന്ന് പറഞ്ഞ് 5 സബ്ജക്റ്റും പാസ്സാവുകയാണെങ്കിൽ 2019 തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും ഞാൻ മാതാവിന് വാക്ക് കൊടുത്ത്. അങ്ങനെ ഡിസംബറിൽ ഫസ്റ്റ് മോഡൽ പരീക്ഷ നടന്ന് മമ്മി ഉടമ്പടി എടുത്തതുകൊണ്ട് മമ്മിക്ക് ഈ ഉടമ്പടി ലോക്കറ്റ് കയ്യിലുണ്ടായി. ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പം അമ്മ ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കൈ തരും. ആ ഉടമ്പടി ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അങ്ങനെ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ആ ഫസ്റ്റ് മോഡൽസിന് ഞാൻ 5 സബ്ജക്റ്റിനും പാസ്സായി. 5 സബ്ജക്റ്റിന് പാസ്സായി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം, ഞാൻ മാതാവിന് വാക്ക് കൊടുത്തിരുന്നു 5 സബ്ജക്റ്റിനും പാസ്സാവുകയാണെങ്കിൽ ആ വർഷം തന്നെ ഉടമ്പടി എടുക്കാമെന്ന്. പക്ഷെ ആ സമയത്ത് ഇതുപോലെ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാൻ പറ്റില്ല. സാറ്റർഡേസ് ഒക്കെ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ. മോഡൽസ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആ വർഷം തീരാനാണെങ്കിൽ ഒരു സാറ്റർഡേയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ ആ സാറ്റർഡേ വേറൊരു ധ്യാനത്തിന് പോകാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റൂല, ആ വർഷം തന്നെ മാതാവിന് കൊടുത്ത വാക്ക് നിറവേറ്റാൻ പറ്റൂല എന്നൊരവസ്ഥ വന്നു. അപ്പം എന്തായാലും ധ്യാനത്തിനല്ലേ പോണത്, പ്രാർത്ഥിക്കാനല്ലേ പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ധ്യാനത്തിന് പോകാൻ തയ്യാറായി. പക്ഷേ ധ്യാനത്തിന് പോകാനായിട്ട് റെഡിയായി ധ്യാനത്തിന് പോകാനുള്ള വണ്ടിയും കാത്തു നിന്നപ്പം ഒരു മെസ്സേജ് വന്ന് ബുക്കിങ്ങിൽ എന്തോ തകരാറ് വന്ന് ഞങ്ങൾക്ക് വെച്ചിരുന്ന 2 സീറ്റ് വേറെ ആരോ കൊണ്ടുപോയി, ഞങ്ങൾക്ക് പോകാൻ വണ്ടിയിൽ സ്ഥലമില്ലെന്ന് വന്നു. അതുകൊണ്ട് ആ ധ്യാനം ക്യാൻസലായി. അടുത്ത ദിവസം ഡിസംബർ 28-ാം തീയതി ആ വർഷത്തെ അവസാനത്തെ ശനിയാഴ്ച ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഡിസംബർ 28, 2019-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. പൊതുവേ 12ാം ക്ലാസ് ലാബ് എക്സാമിന് 2 ആഴ്ച മുമ്പ് നോട്ടിഫിക്കേഷൻ വരും, ഇങ്ങനെ ലാബ് എക്സാം നടക്കുമെന്ന്. പക്ഷെ ആ വർഷം 4 ദിവസം മുമ്പാണ് സ്കൂൾ പറയുന്നത് നിങ്ങൾക്ക് 4 ദിവസം കഴിഞ്ഞ് ബോർഡിൻ്റെ ലാബ് എക്സാം ഉണ്ടാകും, മോഡൽസ് ഒന്നും ഉണ്ടാവില്ല ലാബിന്, തലേ ദിവസം വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തോ, 4 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ബോർഡിൻ്റെ ലാബ് എക്സാം ഉണ്ടാവും. ഞാനാണെങ്കിൽ 2 വർഷമായി ലാബിൽ കയറിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, അകത്തുള്ള സാധനങ്ങളുടെ ഒരു പേര് പോലും അറിഞ്ഞുകൂടാ, റെക്കോർഡൊക്കെ ബാക്കിയുള്ളവർ എഴുതിയത് കൊണ്ട് എന്താ പ്രൊസീജിയർ ഒന്നും അറിയാൻ പാടില്ല.
അപ്പം 4 ദിവസം അവിടുന്ന് ഇവിടുന്നും പഠിച്ചെടുത്ത് പുറത്തു പോയി പഠിച്ച് സ്കൂളിൽ നിന്ന് ചെയ്ത് ആ 4 ദിവസമാണ് ഞാൻ ആകെ 2 വർഷത്തെ ഈ ലാബിൽ കയറുന്നത്. ഉടമ്പടി എടുത്തതുകൊണ്ട് എൻ്റെ ലോക്കറ്റ് ഉണ്ട്. ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ, എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ 4 ദിവസം കഴിഞ്ഞ് പഠിച്ച് അറിയാവുന്നതും കൊണ്ട് ഞാൻ ലാബ് എക്സാമിന് കയറി. 3 ലാബ് എക്സാം ഉണ്ടായി, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ. 3 എണ്ണത്തിനും ആ ലാബിലുണ്ടാകുന്ന ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് കിട്ടിയത്. ക്വസ്റ്റ്യൻ പേപ്പർ മുമ്പിൽ വെക്കും, നമ്മളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നത്. 3 ലാബ് എക്സാമിനും ഞാൻ തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. എനിക്കാണ് ഏറ്റവും ചെയ്യാൻ അറിയാവുന്നത്. അങ്ങനെ ലാബ് എക്സാം 2 വർഷമായിട്ട് ലാബിൽ കയറാത്ത എനിക്ക് ലാബ് എക്സാമിന് വെറും 1 മാർക്കേ പോയുള്ളൂ. 1 മാർക്ക് പോയുള്ളൂ. അങ്ങനെ ലാബ് എക്സാമും മാതാവിൻ്റെ സഹായത്തോടെ നന്നായി പോയി. അതെടുത്ത് സെക്കൻഡ് മോഡൽസായി. ഇത്രയും നടന്ന ഒരു കോൺഫിഡൻസ് ഞാൻ സെക്കൻഡ് മോഡൽസ് കയറി എഴുതി. പണ്ടത്തെ പോലെ തന്നെ 2-3 എണ്ണത്തിന് പൊട്ടി. അപ്പോൾ പിന്നെയും ടെൻഷൻ കൂടി. പിന്നെ ആകെ മുമ്പിൽ ബോർഡ് എക്സാം മാത്രം. ഞാൻ പഠിക്കാനിരിക്കും, പണ്ടത്തെക്കാളും സീരിയസ് ആയിട്ട് പഠിക്കാനിരിക്കും. പക്ഷേ വലുതായിട്ടൊന്നും തലയിൽ കയറില്ല. കാരണം 2 വർഷമായി പഠിച്ചിട്ട് 2 വർഷത്തിന് ശേഷമാണ് ബുക്ക് തുറക്കുന്നത്. പഠിക്കുന്ന പല കാര്യങ്ങളും അറിയില്ല. പലപ്പോഴും എന്താ പഠിക്കുന്നത് പുറകിൽ പോയി ചേരേണ്ടി വരും. 2 വർഷമൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് കയ്യിൽ നോട്ട്സ് ഇല്ല. പഠിക്കാനിരിക്കുമ്പോഴേക്കും നോട്ട്സ് ഇല്ല എന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ നോട്ട്സ് തപ്പിയെടുക്കണം. അങ്ങനെ പഠിക്കാനൊട്ട് സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പക്ഷേ ഞാൻ ധ്യാനമൊക്കെ കൂടും. അച്ഛൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ പരീക്ഷയുടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും. എൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന എനിക്കറിയാം, ഉള്ളിൽ 2 പ്രാർത്ഥനയുണ്ടായി. ഉള്ളിലൊന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. ജോസഫ് അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയും സഞ്ചാരി മാതാവാണ് കൃപാസന മാതാവ്. ഞാൻ മാതാവിനോടും എൻ്റെ കൂടെ പരീക്ഷയ്ക്ക് വരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ രണ്ടാമത്തത് എനിക്കറിയാം ഇത് മൊത്തം പഠിച്ച് തീർത്ത് പോയി എഴുതാൻ പറ്റില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറയും മാതാവിനറിയാം ഏതാ ടോപ്പിക്ക് വരുന്നത്. ഞാൻ പഠിക്കുന്നത് റാൻഡമായിട്ട് ടോപ്പിക്ക് സെലക്ട് ചെയ്ത് പഠിക്കുമ്പം ഉള്ളതെന്തെങ്കിലും പഠിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് എപ്പോൾ പഠിക്കാനിരുന്നാലും മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിൽ വെച്ചിട്ടേ ഞാൻ പഠിക്കാനിരുന്നിട്ടുള്ളൂ. പിന്നെ ഹോൾ ടിക്കറ്റും പേനയും കിട്ടിയപ്പം ഞാൻ അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ സക്കരാരിയിൽ തൊട്ട് ഹോൾ ടിക്കറ്റും പേനയും ആശീർവദിച്ചിട്ടാണ് എനിക്ക് തന്നത്. അങ്ങനെ ബോർഡ് എക്സാം എത്തി. എനിക്കിപ്പോഴും ഉറപ്പുണ്ട്, നല്ല ഓർമ്മയുണ്ട്. 5 പരീക്ഷയിൽ 1 എണ്ണം പോലും എനിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല. ഒരു പരീക്ഷ എഴുതി തീർക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്ന സബ്ജക്റ്റ് കൊറോണ കാരണം ക്യാൻസൽ ചെയ്ത് അത് എഴുതാൻ പറ്റിയില്ല. പിന്നെ എഴുതിയ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ച പകുതി പോർഷനിൽ നിന്ന് അറിയാവുന്നത് എഴുതി വെച്ച് ഇറങ്ങിപ്പോന്നവനാണ് ഞാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എക്സാം കംപ്ലീറ്റ് ചെയ്ത് കൊറോണ കാരണം ലോക്ക്ഡൗൺ ആയി, എല്ലാം അടച്ച്. പ്രതീക്ഷയുണ്ടായി. ഞാൻ മാതാവിനോട് പറഞ്ഞ് മാതാവേ, സഞ്ചാരി മാതാവേ, ആൻസർ പേപ്പർ എവിടെ പോയാലും അവിടെ ഉണ്ടാവണേ, എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൾട്ട് വന്നപ്പം ഓവറോൾ എനിക്ക് 91% മാർക്ക് ഉണ്ടായി. തോറ്റിരുന്ന ഫിസിക്സിന് എനിക്ക് A+ ഉണ്ടായി, 96 ഉണ്ടായി. പിന്നെ വേറെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് എൻ്റെ തലയിൽ മൊത്തം കുരുക്കളുണ്ടായിരുന്നു, ചുമന്ന നിറത്തിലുള്ള കുരുക്കൾ. ഈ കുരുക്കൾ ഈ മുടിയൊക്കെ ചീവുമ്പം നല്ല വേദനയായിരിക്കും. ഈ മുടിയൊക്കെ ചീവുമ്പം ചീപ്പ് കൊള്ളുമ്പം ഈ കുരു പൊട്ടി ഇങ്ങനെ വെള്ളം വരും. പിന്നെ ഒരു പ്രാവശ്യം പുറകിൽ വലിയൊരു കുരു വന്നപ്പം ആ ഏരിയയിലെ മുടി മൊത്തം കൊഴിഞ്ഞു പോയി. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചപ്പം കയ്യിൽ മുടിയിരുന്ന് കണ്ട്. ആ ഏരിയയിലെ മൊത്തം മുടി കയ്യിലുണ്ടായിരുന്നു. ആ ഏരിയയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടാൽ ആ ഏരിയയിലെ മുടി ഇങ്ങനെ വരും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഉടമ്പടി എടുത്തപ്പം എൻ്റെ ഒരു നിയോഗം അതായിരുന്നു, ഞാൻ തലയിൽ എണ്ണ വെക്കുമ്പം ഇവിടുന്ന് കിട്ടുന്ന എണ്ണ ഒരു ഡ്രോപ്പ് എണ്ണയുടെ കൂടെ ഇട്ട് ഞാൻ ഉടമ്പടി തൈലം 1 ഡ്രോപ്പ് ഇട്ട് എണ്ണയുടെ കൂടെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് തലയിൽ എണ്ണ ഇട്ടുകൊണ്ടിരുന്ന്. ഈ സമയത്ത് ആ തലയിലെ കുരുക്കുകളും പോയി. ഇപ്പോൾ മുട്ടയടിച്ചതുകൊണ്ട് എല്ലാവർക്കും കാണാം തലയിൽ ഇപ്പോൾ കുരുക്കുകളൊന്നുമില്ല. അപ്പം അങ്ങനെ അതും മാറി. പിന്നെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ആൻറ്റിക്ക് വേണ്ടി ഞാൻ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്തതാണ്. ആൻറ്റിക്ക് ഫാമാണ്, ഈ പശുക്കളുടെ ഒരു ഫാമാണ്. അപ്പം കൊറോണ സമയത്ത് അവരുടെ ഫാമിലെ എല്ലാ പശുക്കൾക്കും കുളമ്പ് രോഗം വന്നു. അപ്പം ആൻറ്റി ഇങ്ങനെ കൃപാസനം കേട്ടിട്ടേ ഉള്ളൂ, ആൻറ്റിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പം ആൻറ്റി എന്നോട് പറഞ്ഞു ആൻറ്റിക്ക് വേണ്ടി ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടെ ആൻറ്റിക്ക് വേണ്ടി ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എടുത്ത് പ്രാർത്ഥിച്ചു. 2-3 ആഴ്ചയ്ക്കുള്ളിൽ 20-25 പശുക്കളുണ്ടായി. എല്ലാ പശുക്കളുടെയും ഇത് മാറി, ഒരു പശുവിനൊന്നും പറ്റിയില്ല. ഇപ്പോൾ എല്ലാ പശുക്കളും ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഇത് അനുഗ്രഹം കിട്ടിയിട്ട് 2 വർഷമായി. ഇത്രയും പറയാൻ ലേറ്റായതിന് മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു.